കുറച്ച് പേർക്കൊക്കെ പരീക്ഷിക്കാൻ പറ്റുന്നൊരു ഐറ്റം പറയാം. പട്ടിയെ കുളിപ്പിക്കുന്നതല്ല, പപ്പിക്കുട്ടൻ ഗോഡ്സില്ല മോഡിൽ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ വാലിനെ അറിയത്തില്ലേ, അവൻ സ്ട്രേ ഡോഗാ. പക്ഷേ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ കുറേ ചെള്ളും മുറിവും പരിക്കുമൊക്കെ ആയിട്ട് വരും. ചെള്ളു കുറച്ച് കണ്ടു, അതുകൊണ്ടാണ് മഴയത്ത് അവനെ കുളിപ്പിക്കാന്ന് വെച്ചത്. പറയാൻ വന്ന കാര്യം, മറ്റു ഡോഗ്സിന് തീറ്റ കൊടുക്കുമ്പോൾ ഇവനോട് ഉണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും കുറച്ച് കൊടുക്കും കേട്ടോ. കൂടുതൽ കുറച്ച് സ്നേഹവും ഒക്കെ കൊടുക്കും. അത് മാത്രമല്ല കൊടുക്കാറ്, നമ്മുടെ ഡോഗ്സിനൊക്കെ എപ്പോഴൊക്കെ വാക്സിൻ എടുക്കുന്നുണ്ടോ നമ്മൾ വീട്ടിൽ ഡോക്ടറെ വിളിച്ച് വരുത്തിയിട്ടാണ് വാക്സിൻ എടുക്കാറ്. അന്നേരമൊക്കെ കക്ഷിയുടെ കഷ്ടകാലത്തിനോ നല്ലതിനോ അവനിവിടെ കാണും, പിടിച്ച് കുണ്ടിക്കിട്ട് കൂത്തു കൊടുക്കും. അപ്പോൾ കഴിഞ്ഞ 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രേ ഡോഗ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ വാക്സിൻ എടുത്തിട്ടാണ് പുള്ളിനെ വിടുന്നത് കേട്ടോ. ഈ ഒരു കാര്യം നിങ്ങൾക്കും ചെയ്യാം. അയലോക്കത്ത് ഇതുപോലെ അലഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വിളിക്കുക, ഇച്ചിരി സ്നേഹം കൊടുത്ത് ബിസ്ക്കറ്റൊക്കെ വെച്ച് സ്നേഹത്തോടെ വിളിച്ച് വരുത്തി ലാളിച്ച് ഓമനിച്ച് ആ കുണ്ടിക്കിട്ട് ഒരു കുത്തും കൊടുത്ത് വിടുവാണെങ്കിൽ റാബീസിൻ്റെ സീസൺ ആവുമ്പോൾ കിടന്ന് ഓടേണ്ട കാര്യമില്ല. നമുക്ക് കുറച്ച് പേർക്ക് ഇത് ചെയ്യാൻ പറ്റും. ഒരു 10 പേർക്ക് അത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വലിയൊരു മാറ്റം കൊണ്ടുവരുന്ന ഞാൻ കരുതുന്നത്. പപ്പീനെ കുളിപ്പിക്കുന്നത് ചിരിച്ചുകൊണ്ട് അപ്പുറത്ത് നിന്ന് കണ്ടുകൊണ്ട് നിന്ന് അവൻ സോപ്പിട്ട് നല്ലപോലെ വിട്ടിട്ടുണ്ട്. പക്ഷേ അവൻ്റെ വായിൽ നിന്ന് വന്നൊന്നും സോപ്പല്ലെന്ന്